പ്രിയ, ഇന്ത്യ പാകിസ്ഥാൻ മധ്യസ്ഥ ചർച്ചയ്ക്കായിട്ട് അമേരിക്കയുടെ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് ഷഹബാസ് ഷെരീഫ്. നേരത്തെ തന്നെ ഇന്ത്യ ഇത്തരം ആവശ്യം നിരാകരിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ഉഭയകക്ഷി ചർച്ചകൾ മാത്രമേ നടക്കൂ എന്ന് ഇന്ത്യ നിലപാടെടുത്തതാണ്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ നിരന്തരം ഇത്തരം ആവശ്യം അമേരിക്ക ഈ ഇടയിലോട്ട് വലിച്ചഴക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതായത് ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഒരു വിധേയനായിട്ടുള്ള ആളാണ്. നമുക്കറിയാമല്ലോ, മലയാളത്തിലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വിധേയൻ എന്ന് പറഞ്ഞിട്ട്. അതിലുള്ള കഥാപാത്രം എങ്ങനെയാണോ അതിലുള്ള ഈ പറയുന്ന പട്ടേലരുടെ അടിമയായിട്ട് ഗോപകുമാർ അഭിനയിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന് പോലെ അതേ വിധേയത്വമാണുള്ളത്. സ്വന്തം രാജ്യത്ത് കയറി അടിച്ച് തകർത്ത് അവിടെ വെച്ചിട്ട് ഈ പറയുന്ന ഭീകരന്മാരെയൊക്കെ വധിച്ചിട്ട് അമേരിക്ക പോകുമ്പോഴത്തേക്കും അമേരിക്കയുടെ ആയുധങ്ങൾക്ക് എന്തൊരു കരുത്ത് എന്ന് പറയാം. മറ്റേ പട്ടേലരുടെ എന്താ സെന്റിന് എന്തൊരു മണമെന്ന് പറയൂലേ, ഭാര്യയെ ചെന്ന് മണപ്പിച്ചിട്ട്, അതേ മാനസികാവസ്ഥയാണ് പാകിസ്ഥാനുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഒരു ദയനീയമായ ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാന് ഇത്തരം സ്വന്തമായിട്ടുള്ള നയം സ്വീകരിക്കാനോ സ്വന്തമായിട്ട് ലോകത്തിന് മുന്നിൽ എന്തെങ്കിലും പറയാനോ ഉള്ള ശേഷിയൊന്നുമില്ല. അങ്ങനെ അധപ്പതിച്ചിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് കീഴ്പ്പെടുക എന്നുള്ളതാണ്. ഇന്ത്യ അത്തരം സ്വഭാവങ്ങളിലേക്ക് പോയിട്ടില്ല. ആകപ്പാടൊരു മണ്ടത്തരം കാണിച്ചിട്ടുള്ള നെഹ്റുവാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിന് കൊണ്ട് UN കൊണ്ടിട്ടു. എപ്പോഴും ഒരു ഉഭയകക്ഷി പ്രശ്നമായി പരിഹരിക്കേണ്ട, ബൈലാറ്ററൽ ഇഷ്യൂ ആയിട്ട് മാത്രം പരിഹരിക്കേണ്ട ഒരു പ്രശ്നത്തിനെയാണ് നെഹ്റു കൊണ്ടുപോയി UN ഇട്ടത്. അതോടുകൂടിയാണ് ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന മേഖല ഇന്ന് പാകിസ്ഥാൻ്റെ കയ്യിലായത്. അതോടുകൂടി നമുക്കുള്ള തലവേദനയും തുടങ്ങുകയായിരുന്നു അന്നോട്ട്. ഓക്കെ, പക്ഷേ നമുക്കിപ്പോൾ അതിൽ ഈ പ്രശ്നത്തിലേക്ക് വരാം. ഇപ്പോൾ ട്രംപിനെ ഇതിലേക്ക് വലിച്ചയക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് വെടിനിർത്തലിന് ഇടപെട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പാകിസ്ഥാന് മധ്യസ്ഥത വഹിച്ചു എന്നുള്ളത്. പക്ഷേ ഇന്ത്യ പറയുന്നുണ്ട് ഒരു കാരണവശാലും ട്രംപ് മധ്യസ്ഥത വഹിച്ചിട്ടില്ല എന്നുള്ളത്. നമ്മുടെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശശി തരൂർ ഇന്ന് വാഷിങ്ടണിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്, അമേരിക്ക ഒരു തരത്തിലുള്ള മധ്യസ്ഥതയും വഹിച്ചിട്ടില്ല. പ്രതിപക്ഷ പാർട്ടി നേതാവ് ഇവിടെ രാഹുൽ ഗാന്ധിക്ക് നേരം വെളുത്തിട്ടില്ല ഇതുവരെ. രാഹുൽ ഗാന്ധി കീഴടങ്ങൂ നരേന്ദ്ര എന്ന് പറഞ്ഞു എന്നാണ്. അല്ല, ഈ കീഴടങ്ങി ഈ ആരുടെ എല്ലാം കാലിൽ പോയി വീഴാമോ ആ വീഴ്ച വീണിട്ട് വന്നിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് ഈ പറയുന്ന ചൈനയുമായിട്ട് എല്ലാ വിധേയത്വത്തിനും തയ്യാറാണെന്ന് പറഞ്ഞ് കാല് പിടിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. എവിടെ ഏത് പാരമ്പര്യമാണ് ഈ പറയുന്ന ഈ ബ്രിട്ടീഷുകാരന്മാർക്ക് ഷേവ് ചെയ്ത് കൊടുത്ത പാരമ്പര്യത്തിലുള്ള ഷേവർ വെച്ചിട്ട്, ഒരു ഇലക്ട്രിക് ഷേവർ വെച്ചിട്ട് നെഹ്റു ഈ പറയുന്ന ഇയാൾക്ക് ബ്രിട്ടീഷുകാരന് ഷേവ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫോട്ടോയൊക്കെ പ്രചരിക്കുന്നുണ്ട് വലുതായിട്ട്. നമ്മൾ കണ്ടതാണ്, മൗണ്ട് ബാറ്റൺ ആണ് ഷേവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഷേവ് ചെയ്ത് കൊടുത്ത പാരമ്പര്യമുള്ള രാഹുൽ ഗാന്ധിക്ക് ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സങ്കല്പം അതായിരിക്കും. രാഹുൽ ഗാന്ധി ഒരു പക്ഷേ ആവിഷ്കാര ഭാവി പ്രധാനമന്ത്രിയാണെങ്കിലും എന്തെങ്കിലും പ്രധാനമന്ത്രി ആയാൽ ഈ പറയുന്ന കീഴടങ്ങൂ രാഹുലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലെ എന്ന് വിളിക്കില്ല, ഗണ്ഡി എന്ന് വിളിക്കും. അപ്പോൾ ഗണ്ഡി പോയി കീഴടങ്ങും. അങ്ങനത്തെ ഒരു ഗണ്ഡി പാരമ്പര്യമുള്ള രാഹുൽ ഗാന്ധിക്ക് ഇത് ഒരിക്കലും തന്നെ മനസ്സിലാകില്ല ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന്. കാരണം എല്ലാ കാലത്തും കീഴടങ്ങലിൻ്റെ സ്വഭാവമാണ് കോൺഗ്രസ് പാരമ്പര്യം കാഴ്ചവെച്ചിട്ടുള്ളത്. അത് ഇന്ദിരാഗാന്ധി എടുത്ത നിലപാടായില്ല. 1971 ഓടിപ്പോയി സോവിയറ്റ് യൂണിയൻ്റെ കാലിൽ വീഴുന്നില്ലേ, എന്നിട്ടല്ലേ അവരല്ലേ ഭീഷണിപ്പെടുത്തി 7ാം കപ്പൽപ്പടയെ തിരിച്ചയക്കുന്നത്. അപ്പോൾ അതിനുശേഷം എന്താ ചെയ്ത, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് കൊണ്ടുവന്ന സ്ത്രീയാ ഇന്ദിരാഗാന്ധി. എന്തിനാ? സോവിയറ്റ് യൂണിയനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോഷ്യലിസ്റ്റ് സെക്കുലർ രണ്ട് ഇല്ലാത്ത വാക്കുകളും കൂടി ഇന്ത്യയിൽ ചേർത്ത് വെച്ചു കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു പ്രയോഗമേ ഇല്ല, ഇല്ലാത്ത രണ്ട് വാക്കുകൾ, സോഷ്യലിസ്റ്റ് സെക്കുലർ. അപ്പോൾ ലോകത്തിനോട് മൊത്തമായി സോവിയറ്റ് യൂണിയൻ പറഞ്ഞു, ഇതാ ഇന്ത്യ സോഷ്യലിസ്റ്റ് ആയിരിക്കുന്നു, സോഷ്യലിസ്റ്റ് ശൈലിയിലേക്ക് മാറിയിരിക്കുന്നു. എന്ത് കാര്യത്തിന്? ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നതാണ്. എന്നിട്ട് എന്ത് ഗരീബി ഹട്ടാക്കിയവർ? ഒരു ഗരീബി ഹട്ടാക്കിയില്ലല്ലോ. ഇന്ത്യയെ എന്നിട്ട് ഏറ്റവും വലിയ ഫാസിസ്റ്റ് റെജീമിലേക്ക് കൊണ്ടുപോയി സിഖ് വംശഹത്യ നടത്തി. ഇന്ദിരാഗാന്ധിക്ക് ശേഷമാണ് അത് രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ്റെ ഉത്തരവാദിത്തമാണ് ഈ പറയുന്ന സിഖ് വംശഹത്യ, കൂട്ടക്കൊല ചെയ്തതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ കോൺഗ്രസിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ സമീപനമാണ് എല്ലാ കാലത്തും ഈ പറയുന്ന ഇരിക്കാൻ പറഞ്ഞ കിടക്കുകയും കിടക്കാൻ പറഞ്ഞ എഴുകയും ചെയ്യുന്ന കോൺഗ്രസിൻ്റെ മനസ്ഥിതി വെച്ചിട്ടാണ് കീഴടങ്ങൂ നരേന്ദ്ര എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടേ ഈ രാഹുൽ ഗാന്ധിയുടെ അശ്ലീല. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു കോമഡി വിഡ്ഢി കഥാപാത്രമായിട്ട് പ്രചരിക്കുന്ന ഒരാളാണ്, എല്ലാ കാലത്തും അങ്ങനെയാണ്. അപ്പോൾ ഈ ഇടയ്ക്കൊരു ട്രോൾ ഇറങ്ങിയിരുന്നു, കമലഹാസൻ പറയുന്നതായിട്ടാണ്, ചോളാസ് വെയർ നോട്ട് ഹിന്ദുസ്, ചോളന്മാർ ഹിന്ദുക്കളല്ല എന്ന് പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുക, വാട്ട് അബൌട്ട് ഭട്ടൂര, ചോല ഭട്ടൂരയില്ല, അതിനെ പറ്റിയിട്ടാണ് ഭട്ടൂര ഹിന്ദുവാണ് എന്നുള്ളത്. അപ്പോൾ അത്രയ്ക്കൊരു വിഡ്ഢിക്കോപരമായിട്ട് പലപ്പോഴും മാറാറുള്ള ഒരു നേതാവാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്
അങ്ങനെ രാജ്യത്തിന് മുമ്പിൽ ഇളിഭ്യരാവുകയും ലോകത്തിന് മുമ്പിൽ വിഡ്ഢിയാവുകയും ചെയ്യുന്ന ഈ നേതാവ് നിരന്തരം ഇത്തരത്തിലുള്ള പുലഭ്യങ്ങളൊക്കെ പറയും. അതിന് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടില്ല. പക്ഷേ ഷഹബാസ് ഷെരീഫ് ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ, അമേരിക്ക ഇടപെടുന്നു എന്നൊന്ന് വരുത്തി തീർത്താൽ അത് ട്രംപ് നേരത്തെ ഇടപെട്ടു എന്ന് സ്ഥാപിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അമേരിക്ക ഇടപെടണമെന്ന് പറഞ്ഞു, എന്നിട്ട് ശ്ലാഘീകരണം ചെയ്യുകയാണ് ഇതിനെ. ട്രംപ് നേരത്തെ ഇടപെട്ടത് മഹത്തായ കാര്യമാണ്, സമാധാനത്തിൻ്റെ ആളാണ് ട്രംപ് എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. ഒരിക്കലുമല്ല, ട്രംപ് നേരെ വിരുദ്ധനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിനെതിരെ കൃത്യമായിട്ട് ശശി തരൂര് കൃത്യമായ മറുപടി കൊടുത്തു. എവിടെ? വാഷിങ്ടൺ DC-യിൽ. ട്രംപിൻ്റെ വാദം അടിസ്ഥാനപരമായി തെറ്റാണ്, അടിമുടി തെറ്റാണ്. 10 തവണയാണ് ട്രംപ് ആവർത്തിച്ചിരിക്കുന്നത്. ഒരു കണക്കുകളുണ്ടായിരുന്നു മുമ്പ്. ട്രംപ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ദിവസത്തിൽ, അതായത് കഴിഞ്ഞ ടേമിൽ 4 വർഷം കൊണ്ട് ഒരു ദിവസം 21 കള്ളം പറയുമായിരുന്നു എന്നാണ് പറയുന്നത്, കണക്കുകൾ പറയുന്നത്. അസത്യമായിട്ട് സത്യവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതിൽ ഒരു ദിവസം 21 കള്ളം വീതം പറയുമായിരുന്നു എന്നുള്ളതാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഏതൊരു പ്രമുഖ മാധ്യമമാണ് അങ്ങനെ ഒരു കള്ളം മാത്രമല്ല പോകുന്നതിനൊക്കെ ക്രെഡിറ്റ് കൊടുക്കും. ക്രെഡിറ്റ് കൊടുക്കും. 8 കാലി മമ്മൂഞ്ചിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ മറ്റേ ആന പറ്റൂ എന്ന് പറയുമ്പോൾ ആ ഞമ്മൻ്റെ എന്ന് പറയുന്ന ആ സ്വഭാവമുള്ള ഒരു നേതാവാണ് ഈ പറയുന്ന ട്രംപ് എന്ന് പറയുന്നത്. ഈ കച്ചവട താല്പര്യം മാത്രമുള്ള ഒരാളാണ്. അപ്പോൾ ട്രംപിന് കൃത്യമായ മറുപടി കൊടുത്തു. പാകിസ്ഥാൻ വൻ നാശനഷ്ടം നേരിട്ടതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയോട് അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായതെന്ന് ശശി തരൂർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ യഥാർത്ഥ നിലപാട് എന്ന് പറയുന്നത് ശശി തരൂർ പറഞ്ഞതല്ല. കോൺഗ്രസിൻ്റെ നിലപാട് വേറെയാണ്. ശശി തരൂർ എന്ന് പറയുന്ന രാജ്യസ്നേഹിക്ക്, ഈ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആൾക്ക് കൃത്യമായിട്ടുള്ള, ഈ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആൾക്ക് കൃത്യമായ അഭിപ്രായമുണ്ട്. അത് ഇന്ത്യയുടെ അഭിപ്രായമാണ്. ഇവിടെ എത്ര വിമാനങ്ങൾ തകർന്നു എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. വിമാനം തകർന്നിട്ടില്ലെന്ന്, തകർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം പറയുമല്ലോ. ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചില വിമാനങ്ങൾ ഡൗൺ ചെയ്തു. ആ റഫേലാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫേൽ അത്ര മികച്ച വിമാനമൊന്നുമല്ല. നമ്മുടെ പുതിയ തേജസ് എത്തുന്നതോടുകൂടി റഫേലിനെ കൂടി കവച്ചു വയ്ക്കാൻ കഴിയുന്ന തേജസ് ആയിരിക്കും നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ സുഖോയ് എന്ന് പറയുന്ന ഗംഭീര വിമാനം നമ്മുടെ കയ്യിലുണ്ട്. മിഗും മിറാഷും ഒക്കെ പോലെ ഒക്കെയുള്ള പെർഫോമൻസേ റഫേലിലും ഉള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ സോയ്സ്കി തരാത്ത ഒരു രാജ്യമാണ് ഫ്രാൻസ്. അത് തരാത്തത് കൊണ്ട് നമ്മളുടേതായിട്ടുള്ള മിസൈലുകളൊന്നും ഇതിൽ ഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുകൂടെയുണ്ട്. നമ്മൾ അതുകൊണ്ട് നമ്മുടെ സ്ട്രാറ്റജി മാറ്റിയതായിട്ടൊക്കെയാണ് നമ്മുടെ സംയുക്ത സൈനിക മേധാവി പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളുടെയൊക്കെ വസ്തുത അവിടെ നിലനിൽക്കെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന ഷഹബാസ് ഷെരീഫ് നടത്തുകയാണ്. എന്തുകൊണ്ടാണ്? ഇന്ത്യയെ ഭയമാണ്. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള വലിയ ആഗ്രഹം ഷഹബാസ് ഷെരീഫിനുള്ളതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സുരക്ഷിതമല്ല പാകിസ്ഥാൻ എന്നുള്ള ഭയം അവർക്കുണ്ട്. കാരണം അവർ ഈ പറയുന്ന ഭീകരപ്രവർത്തനം നിർത്തിയാൽ മാത്രമേ ഇന്ത്യയായിട്ടുള്ള പ്രശ്നം അവസാനിക്കുകയുള്ളൂ. അവർക്ക് ജലം കിട്ടുന്നില്ല. അവർക്ക് ഈ പറയുന്ന POKയിൽ പ്രശ്നം നടക്കുകയാണ്, പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരക്കോറം ഹൈവേ അവിടുത്തെ ജനങ്ങൾ ഉപരോധിച്ചിരിക്കുകയാണ്. ദിവസങ്ങളായിട്ട് അതിൽ ചരക്ക് നീക്കമൊന്നും നടക്കുന്നില്ല. ചൈനയ്ക്ക് വലിയ സമ്മർദ്ദമുണ്ട്. ചൈന പാകിസ്ഥാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ പറയുന്ന ബലൂച്ചിലെ പ്രക്ഷോഭം സ്വയംഭരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിന്ധിൽ സായുധമായി സംഘടിക്കാൻ അവിടുത്തെ ജനങ്ങൾ തുടങ്ങി കഴിഞ്ഞു. സായുധമായിട്ട് അവിടുത്തെ പോലീസിനോടൊക്കെ ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ടാൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഞങ്ങൾ സംഘടിപ്പിക്കും, വലിയ രീതിയിലുള്ള തിരിച്ചടി പാകിസ്ഥാൻ സർക്കാരിന് നേരിടുമെന്ന്. അതുപോലെ തന്നെയാണ് ഈ പഷ്തൂണിസ്ഥാൻ മേഖലയിലും പ്രശ്നം വരുന്നത്. പഷ്തൂണിസ്ഥാൻ മേഖല ബലൂചിസ്ഥാനേക്കാൾ വേഗത്തിൽ സ്വതന്ത്രമാകുക എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. എന്തായാലും ഭയന്നിരിക്കുന്ന ഷഹബാസ് ഷെരീഫിൻ്റെ ഒരു ജൽപ്പനം മാത്രമാണിത്. ഈ പറയുന്ന അമേരിക്കയെ കൂട്ടുപിടിക്കുക എന്നുള്ളത്. അമേരിക്കയെ കൂട്ടുപിടിച്ചാൽ ഇന്ത്യക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നയമുണ്ട്, കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാടിൽ തന്നെ ഇന്ത്യ മുന്നോട്ട് പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.